ഇത് നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നമുക്കറിയാം വയനാട്ടിലെ തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇരട്ട തുരങ്കപാതയാണ്, 4 വരി പാതയാണുള്ളത്. മേപ്പാടി കള്ളാടിയിൽ നിന്ന് ആരംഭിച്ച് ആനക്കാമ്പൊയിൽ അവസാനിക്കുന്ന തുരങ്കപാതയ്ക്ക് വേണ്ട കൂറ്റൻ യന്ത്ര സാമഗ്രികളാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇത് പുറപ്പെട്ടിട്ടുള്ളത് ഋഷികേശിൽ നിന്നാണ് കേട്ടോ. 15 ദിവസമായി പുറപ്പെട്ട ഈ യന്ത്രങ്ങൾ, 2 കൂറ്റൻ യന്ത്രങ്ങൾ, അതായത് ഇത് സാൻവിക് കമ്പനിയുടെ റിഗാണ്. അതായത് പാറ ബ്ലാസ്റ്റിംഗ് നടത്തുന്നതിന് മുമ്പ് തുരന്നിട്ട് ചെയ്യുന്നതിനുള്ള ജോലികൾ ചെയ്യുന്നതിനുള്ള യന്ത്രങ്ങളാണ്. അപ്പോൾ ഋഷികേശിൽ നിന്ന് 15 ദിവസം മുമ്പ് പുറപ്പെട്ട ഈ 2 ട്രക്കുകൾ ഇന്ന് കൽപ്പറ്റ ബൈപ്പാസിലാണ് എത്തിയിട്ടുള്ളത്. നാളെ ഇത് മേപ്പാടി കള്ളാടിയിലേക്ക് എത്തിക്കും. ഇവിടെ നമുക്ക് കാണാം, ഈ 2 വലിയ കമ്പികൾ കാണാം. ഈ കമ്പികളാണ് അത് തുരക്കുന്ന ജോലി ചെയ്യുന്ന 2 കമ്പികളാണ്. അത് വലിയ നീളം കൂടിയ കമ്പികളാണ്. ബാക്കിയൊക്കെ യന്ത്രങ്ങൾ അവ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ ട്രക്കും ഈ യന്ത്രവും പുറകിലുള്ള 2ാമത്തെ യന്ത്രവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഡ്രൈവർമാർ പറഞ്ഞത്. അതായത് ഇത് ബൂമർ എന്നാണ് ഡ്രൈവർമാർ പറഞ്ഞതെങ്കിലും നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ പേര് കണ്ടത് വേറെയാണ്. അത് വിശദമായി പറയാം. അതായത് സർഫസ് ടോപ്പ് ഹാമർ ഡ്രിൽ റിഗ് എന്നാണ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കണ്ടത്. അത് 2 മെഷീനുണ്ട്. ഒന്ന് TDLM 02ഉം TDLM 03ഉം, അങ്ങനെ 2 യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവ അവിടെ എത്തിച്ചാൽ ഉടനെ തന്നെ നിർമ്മാണ ജോലികൾ ആരംഭിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് തുരങ്കപാതയുടെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2030 ജോലികൾ പൂർത്തിയാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ എത്ര യന്ത്രങ്ങൾ എത്തിച്ച് നല്ല രീതിയിലാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.